നീ പറയേ. നീ പറ. നീ പറയേ. കോളേജ് ഫസ്റ്റ് ഡേ അവിടെ ക്യാൻറ്റീനിൽ വെച്ചാ ആദ്യമായിട്ട് മീറ്റ് ചെയ്തേ. റെഡ് സിൽവർ ഇട്ടിരുന്നേ, ക്യൂട്ട് ചബ്ബിയായിട്ട്. അത്രയല്ല, കുറച്ച്. അത് അപ്പോഴായിരുന്നു, ഇപ്പം നീ ചബ്ബിയല്ല. അല്ല, അപ്പോഴും ഞാൻ ചബ്ബിയല്ലായിരുന്നു. ആ ചബ്ബിനെസ് ആയിരുന്നല്ലോ നിന്റെ സൗന്ദര്യം. സോ അവിടെ സുന്ദരിയല്ലേ? നീ തന്നെ പറയേ. നീ പറഞ്ഞു. നീ പറയേ. നീ പറയേ. ഇല്ല, പറഞ്ഞു. എൻ്റെ ലൈഫിൽ ചാലഞ്ച് എന്ന് പറയാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഡ്രീം ഗേളിനെ കണ്ടെത്തുന്നില്ലെങ്കിലും ഒരു ചാലഞ്ച് ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ ഡ്രീം ഗേൾ പാർവതി. ഞാനൊരു ചെറിയ ചലഞ്ച് വേണമെന്ന് മാത്രം ആഗ്രഹിച്ചത്. അത് ഇത്രയ്ക്ക് ഭീകരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും അവളെ മറക്കാൻ പറ്റുന്നില്ല. ഓരോരുത്തരും എന്തൊക്കെ അഡ്വൈസുകളാണ് തന്നത്. വെള്ളം അടിക്കടാ, വേറെ പെണ്ണിനെ നോക്ക്, അത്രേ ഉള്ളൂ. സംസാരിച്ചാലല്ലേ എല്ലാം പുറത്തു വരൂ. വെള്ളം ആടാ ബെസ്റ്റ്. ഈ കഥ ഒരു സിനിമയാക്കാലോ. വെള്ളം അടിക്കും, രണ്ടെണ്ണം അടിക്കേ. എവിടെയെങ്കിലും ഒരു ഔട്ടിങ്ങിന് പോ, നിന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കൂടെ കൂട്ടിക്കോ, എന്നിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് വെള്ളം അടിക്കേ. മിക്കവാറും എല്ലാവരും വെള്ളം അടിക്കാൻ ഉപദേശിച്ചത്, പക്ഷെ ഞാനതിന് ഒരുക്കമല്ല. അല്ലെങ്കിൽ തന്നെ ഹാർട്ട് ഡാമേജ് ആയി. ഇനി അതിൻ്റെ കൂടെ കിഡ്നി ലിവറും കൂടെ കളയാൻ എനിക്ക് താല്പര്യമില്ല. ആ ഉപദേശം സഹിക്കാവുന്നേ. ചിലരുണ്ടല്ലോ അനുശോചന അറിയിക്കാൻ എന്ന പോലെ വരും. ഞാൻ അറിഞ്ഞ കളിയാ നിന്റെ കാര്യങ്ങളൊക്കെ. എനിക്ക് പണ്ടേ അറിയായിരുന്നില്ല ഇത് വർക്കൗട്ട് ആവില്ല. ഈ പെണ്ണുങ്ങളുടെ കാര്യം ഇങ്ങനെയാടാ. ഇപ്പോഴാണോ ബ്രേക്കപ്പ് ആവുന്നത്? ഇത് പണ്ടേ ബ്രേക്കപ്പ് ആയെന്നാ ഞാൻ കരുതി. ഹായ്, എൻ്റെ പേര് അജയ്. ഞാൻ അറിഞ്ഞു വരുൺ നിങ്ങളും പാർവതിയും ബ്രേക്കപ്പ് ആയെന്ന. വെരി സോറിയാ. അവളുടെ നമ്പറും തരുമോ? Tau is equal to t minus u and divide the order of integration. Hence, we prove the relativity theory. പണ്ടാരടങ്ങൻ ഈ ഫിസിക്സിന്റെ തിയറിയൊക്കെ ആർക്കറിയേണ്ടത്? എന്റെ ലവർ ഇപ്പം എൻ്റെ കൂടെ ഇല്ല. വിടരുത്. ഒന്നുകൂടി സംസാരിച്ച് നോക്കാം. അവൾ തീർച്ചയായിട്ടും മനസ്സിലാക്കും. അവൾ തിരിച്ചു വരും. അരുൺ, പറഞ്ഞ മനസ്സിലാവില്ല നിനക്ക്. ഷി ഹാസ് ഗോൺ. അവൾ തിരിച്ചു വരില്ല. നെവർ. സർ, അതിൽ സാറിന് എന്താ അത്ര ഉറപ്പ്? എനിക്ക് എന്റെ പാറുവിനെ കുറിച്ച് അറിയാം. അവിടെ തിരിച്ചു വരുമെന്നേ. പറ്റുന്നില്ല. അതല്ലേ എന്റെ പ്രശ്നം. ആരെന്ത് പറഞ്ഞാലും ശരി, ഇന്ന് ഞാൻ അവളോട് സംസാരിക്കാൻ തന്നെ പോവാ. ഉടനെ തിരിഞ്ഞു നോക്കരുത്. പതുക്കെ ഒന്നും അറിയാത്ത രീതിയിൽ തിരിഞ്ഞു നോക്ക്. This semester is going to be really tough. Let's see the first one. ഇപ്പൊ കണ്ടോ? ഫസ്റ്റ് ഇയർ ഈസിയാടാ. എൻ്റെ ബസ്സിൽ തന്നെയാണ് വരുന്നത്. എപ്പോഴും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ലൈബ്രറിയിൽ, ക്യാൻറ്റീനിൽ, കോളേജ് ബസ്സിൽ. കുഴപ്പം തുടങ്ങി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പെണ്ണുങ്ങളെ പെയിന്റിംഗ് പോലെയാ. ഈ പെയിന്റിങ്ങിന്റെ കണ്ണുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് കോണിൽ നിന്ന് നോക്കിയാലും അത് നമ്മളെ തന്നെ നോക്കുന്നതായിട്ട് തോന്നും. അതേപോലെയാണ് പെണ്ണുങ്ങളും. നമുക്കിഷ്ടപ്പെട്ട പെണ്ണ് എപ്പോഴും നമ്മളെ തന്നെ നോക്കുന്നതായിട്ട് തോന്നും. കാരണം നമ്മുടെ ആഗ്രഹം അതാ. സോ അങ്ങനെ തന്നെ നമ്മൾ സ്വപ്നം കാണും. ഇറ്റ്സ് ആൻ ഇല്യൂഷൻ. വരുന്നടാ. ഇപ്പോൾ 1000 വയലിൻ സിംഫണി വായിച്ചാൽ എങ്ങനെയുണ്ടാകും? ഐ മീൻ ലവ്. അടുത്ത കുഴപ്പമായി. എങ്കിലും അവളോട് പോയി പറഞ്ഞൂടെ നിനക്ക്? അയ്യോ, നീ എന്താ കളിക്കുക? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. വിവേകിനൊരു പ്രശ്നമുണ്ട്. അവന് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല. ഹലോ. Hi Vivek. ഏയ്, ആക്ച്വലി ഈ പ്രോബ്ലത്തിന്റെ കാരണം ഇവന് ചെറുപ്പത്തിലുണ്ടായ ഒരു ഇൻസിഡന്റ്. സൺഫ്ലവർ ബോയ്സും ഹണിബി ഗേൾസും വന്ന് ലൈനിൽ നിന്നേ. ഓരോ
ഹണി ബിയെയും ഓരോ ഫ്ലവർ ബോയുടെ കൂടെ പേര് ചേർത്ത് വയ്ക്കാൻ പോവാ. അവരവരുടെ പേരെല്ലാവരും ഓർത്തു വെച്ചാണോ, കേട്ടല്ലോ? ഉഷേ, നീ അശോകിന്റെ പേരായിട്ട് നിക്ക്. ശിവ, നീ ഇങ്ങോട്ട് വാ. സോഫി, നീ വിവേകിന്റെ പേരായിട്ട് നിക്ക്. സോഫി, വിവേകിന്റെ അടുത്ത് പോയി നിൽക്കാൻ. എന്താ സോഫി, എന്ത് പറ്റി? ഗോ ആൻഡ് സ്റ്റാൻഡ് വിത്ത് വിവേക്. സോഫി, സോഫി നിക്ക്. സോഫി, ഇത്ര ചെറുപ്പത്തിൽ റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് അവന് പെണ്ണുങ്ങളെ കണ്ട പേടിയാ. നീ വിഷമിക്കണ്ട അളിയ. നിന്നെ റിജക്ട് ചെയ്ത പെണ്ണ് ആ കുട്ടിയാനയുടെ വേഷം ഇട്ടിരുന്നില്ല ഒരുത്തൻ. ഇപ്പൊ അവന്റെ ഗേൾഫ്രണ്ടാ. നീ പോടാ. ഇപ്പൊ അവൻ IIT ചേർന്ന് പഠിച്ച് വലിയ ജോലി കയറി നല്ല ഹാൻസമായി, അറിയോ? ഏയ് പോടി പോടി. നീ പോടാ. ഏയ് പോടി. നീ പോടാ. അവന് വേറെ പണിയില്ല, നീ വാടാ. നീ വിഷമിക്കണ്ടട മച്ചു. സോ ഇപ്പൊ വിവേക് ഒരു പെണ്ണിനോട് സംസാരിക്കാൻ ചെല്ലുകയാണെങ്കിൽ എന്തൊക്കെ നെഗറ്റീവായിട്ട് നടക്കാൻ ചാൻസ് ഉണ്ടോ അതെല്ലാം അവന്റെ മൈൻഡിൽ ആ നേരത്തെ കിടന്ന് കളിക്കും. അത് പേടിച്ച അവസാനം ഒന്നും മിണ്ടാതെ അവൻ തിരിച്ചു പോരും. ഡാ, നീ ഇപ്പൊ അവളോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിക്കാൻ നോക്ക്. അതെങ്ങനെയാടാ? കുറച്ച് ഗട്സ് വേണോടാ. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് നല്ല പയ്യന്മാരൊന്നും വേണ്ട. റൗഡികള്, എംബോക്കികള്, ഫ്രോഡുകള്, തട്ടിപ്പുകാര് ഇങ്ങനെയുള്ളവരെയൊക്കെ തേടി പിടിച്ച് പ്രേമിക്കുക. അവളുമാരുടെ മുമ്പിൽ വെച്ച് ജൂനിയേഴ്സിനെ റാഗിയടാ. നിന്റെ ഗട്സ് അങ്ങനെ തെളിയിക്ക്. ഡാ വേണ്ടടാ, നീ അവന് വേണ്ടാത്തൊന്നും പറഞ്ഞു കൊടുക്കണ്ട. നീ മിണ്ടാവുന്ന പോകുന്നുണ്ടോ? മക്കളെ, ഇത് വർക്കൗട്ട് ആവൂടാ. സത്യത്തിൽ നമ്മുടെ പിള്ളേർ കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നതിന്റെ കാരണം ഇതുപോലത്തെ കിറുക്കന്മാർ വേണ്ടാത്ത ഓരോ ഐഡിയാസ് കൊടുക്കുന്നുണ്ടാ. ഇത്രയും പറയുന്നല്ലോ, ഇവന്റെ കാര്യം കേൾക്കണോ? ശിവൻ, ഇവനും പെണ്ണുങ്ങളും തമ്മിൽ ഭയങ്കര കെമിസ്ട്രി. നാണമില്ലടാ നിനക്ക്? ചെരുപ്പ് ഊരി ഞാൻ. ഇനി എന്റെ മോളെ ശല്യം ചെയ്താൽ നിന്നെ കൊന്നുകളയും ഞാൻ. ഇനി എന്നെ ശല്യം ചെയ്താൽ കൊന്നുകളയും തന്നെ ഞാൻ. അവന്റെ സ്വഭാവം മനസ്സിലായല്ലോ. ഇതുകൊണ്ടാണ് അവൻ ഇത്രയും നാളായിട്ട് ഒരു ഗേൾഫ്രണ്ടിനെ പോലും കിട്ടാത്തത്. നിന്നെപ്പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണോടാ. ഡാ, ഇപ്പൊ ഈ ബസ്സിലുള്ള ജൂനിയേഴ്സിൽ ഏറ്റവും മന്ദബുദ്ധികളായ 2 പേരെ സെലക്ട് ചെയ്യാം. അവന്മാര് കൊള്ളാടാ. ഡാ, എനിക്ക് പേടിയാവുന്നു. ഇതൊന്നും എനിക്ക് പരിചയമില്ല. വേണ്ട. അയ്യേ, എന്തിനാണ് പേടിക്കുന്നേ? ഞാനിരിക്കല്ലേ. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവന്മാരൊന്ന് വിറയ്ക്കണം. നല്ല ഫോഴ്സിൽ ഏയ് എന്ന് ഉറക്കെ വിളിക്ക്. വേണ്ട. വിളിക്ക്. വേണ്ട. വിളിക്കടാ. വേണ്ട. ദാ വിളിടാ. ഡേയ്, ഇവിടെ വാ. എന്താടാ നോക്കുന്നത്? എങ്ങോട്ട് വരാൻ? ഡാൻസ് കളിക്കാൻ അറിയാമോ? ഡാൻസ് അറിയില്ല ഏട്ടാ. മാർച്ച് പാസ്റ്റ് ചെയ്യാൻ അറിയാമോ? അറിയാം ഏട്ടാ. ആ ശരി, ഇവിടെ സൈക്കിളുണ്ട്, പമ്പ് ചെയ്തേ. ശരി ഏട്ടാ. മാർച്ച് പാസ്റ്റ് ചെയ്തുകൊണ്ട് കാറ്റടിക്കും. ശരി. ആ ബൾബ് പീസായി പോയി, അതൊന്ന് മാറ്റിയിട്. കാറ്റടിക്കുന്ന എന്താണ് നിർത്തിയത്? ബൾബ് നേരെയാക്കടാ. ഒരുപാട് വരട്ടണ്ടടാ, നിക്കറിയും ഉള്ളൂ. ഡാൻസ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. ഡാ, നീ ഇതുപോലെ ചെയ്തേ. ഇല്ല ഏട്ടാ, വേണ്ട. വേണ്ടെന്നോ? ഡാ ചെയ്യടാ. അളിയാ, പയ്യൻ വരണ്ടടാ. പറഞ്ഞാൽ അനുസരിക്കില്ലേ നീ? വേണ്ട ഏട്ടാ, പ്ലീസ്. അളിയാ, ഇവനിട്ടൊരെണ്ണം കൊടുത്താലേ ശരിയാവും. മര്യാദക്ക് ചെയ്തോ. എന്റെ സ്വഭാവം നിനക്കറിയില്ല. എന്നെ വിട്ടേക്കേട്ടാ. ഡേയ്, കൊടുക്കണം അവനിട്ട്. ചേട്ടാ, എന്താ ഇതാ? ഇപ്പൊ എന്തിനാ അടിച്ചത്? ഡാ, വെറുതെ ഒരു തമാശക്ക്. അത് നിങ്ങനെ തല്ല. ഡാ, ഒച്ച വെക്കല്ലേ. സോറി. അത് മതി. സോറി ഒന്നും ആർക്കും വേണ്ട. ഡാ, വാടാ. ഡാ, പ്ലീസ്. എന്നാലും അവനെ തല്ലിയത് മോശമായി പോയി. അരുൺ, ഈ ഫേസ്ബുക്ക് ഒക്കെ നീ യൂസ് ചെയ്യാറുണ്ടോടാ? എപ്പോഴെങ്കിലും ഒക്കെ. ആ ശിവനെ എനിക്കത് ക്രിയേറ്റ് ചെയ്ത് തന്നത്. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞാനും നിനക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യണേ? നിങ്ങൾക്ക് എന്തിനിപ്പോ ഫേസ്ബുക്ക്? ഇനി അതിൽ ചേർന്നിട്ട് എന്തെടുക്കാനാ ഉദ്ദേശം? അതൊന്നും നിനക്ക് മനസ്സിലാവില്ല. ഫേസ്ബുക്ക് വഴി എനിക്ക് ഒത്തിരി ക്ലയൻസിനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതൊരു കാരണം കിട്ടിയല്ലോ. അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണോടി, അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അരുൺ, ആരാടാ ഈ പെണ്ണ്? ഏത് പെണ്ണ്? ദേ ഈ ഫോട്ടോയിലുള്ള. അത് ഫ്രണ്ടാണ് അച്ഛാ. കോളേജ് ഫ്രണ്ട്. ഓ വാസന്തി, എന്താ? ഒന്ന് ഇങ്ങോട്ട് വന്ന് നോക്ക് അരുണിന്റെ ഫ്രണ്ടിനെ. എന്താ ഇപ്പോ? എനിക്ക് ജോലി കിടക്ക. ഫ്രണ്ട് ഫ്രണ്ട് അത്രേ. ഫ്രണ്ടാണോ? പറഞ്ഞതേ ഇല്ല. നിന്റെ ഫ്രണ്ട് കാണാൻ സുന്ദരിയാണല്ലോടാ. അതല്ലേ പറഞ്ഞത്,
ഫ്രണ്ടാണെന്ന്. അതെനിക്ക് മനസ്സിലായി. നിന്റെ ഫ്രണ്ടിന്റെ പേരെന്താ? അമ്മ പോയി അടുക്കളയിൽ പണി നോക്ക്. ഞാൻ സിനിമ കാണാൻ പോവാ. ബൈ. സിനിമയ്ക്ക് നിന്റെ ഫ്രണ്ട് വരുന്നുണ്ടോടാ? ഏയ് നിക്കടാ. തല കറങ്ങുന്നുണ്ടല്ലേ? ഉം. കൈയും കാലും തളരുന്നുണ്ടല്ലേ? ഉം. ദേഹം മുഴുവൻ വിറയ്ക്കുന്നുണ്ടല്ലേ? ഉം. ഡെഫിനറ്റ് ആയിട്ട് ഇത് വൈറൽ ഫീവറാ. ഞാൻ മരുന്ന് എഴുതിത്തരാം. യു വിൽ ബി ഓൾ റൈറ്റ്. ഓക്കെ, cheer up. അതെ, ഈ പനിയും പ്രേമം ഒരുമിച്ച് വരാൻ പാടില്ലേ? ഇതെന്തായാലും പ്രേമം തന്നെയാ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വൈറൽ ഫീവർ ആണെന്ന്. കേട്ടോ നീ? ഇവിടെ എന്തിനാ നിൽക്കുന്നേ? കടുവ മാനിനെ പിടിക്കാൻ പോകുമ്പോ ആദ്യം ഒന്ന് പതുങ്ങും, പിന്നെ അത് പായൂ. Wait and see. വാ. Okay, bye. എടാ, അവള് ലൈബ്രറിയിലേക്കാ പോകുന്നേ. ആണോ? നമ്മുടെ കോളേജിൽ ലൈബ്രറി ഉണ്ടല്ലേ? സിനിമയെ കണ്ടിട്ടില്ലേ? ഈ ഹീറോയിനും ബുക്ക് ഷെൽഫിന്റെ രണ്ട് വശത്ത് നിന്ന് ഒരേ സമയം രണ്ടുപേരും ഒരേ ബുക്ക് സെലക്ട് ചെയ്യില്ലേ? അതുപോലെ നീ ഒന്ന് ശ്രമിച്ചു നോക്കടാ. ഏ? ആ ഉം. സർ കാർഡ് കൊണ്ടുവന്നില്ല. ഈ ഒരു തവണ ഞാൻ കാർഡില്ലാതെ എടുത്തോട്ടെ? ഇല്ല കുട്ടി, അങ്ങനെ കാർഡില്ലാതെ തരാൻ പറ്റില്ല. ഈ ഒരു തവണ സർ, വളരെ അത്യാവശ്യമായതുകൊണ്ടാ ചോദിക്കുന്നത്. ഏതെങ്കിലും ഫ്രണ്ടിന്റെ കാർഡ് ഉണ്ടെങ്കിൽ അതിലെടുക്കാം. എന്റെ കാർഡ് വേണമെങ്കിൽ യൂസ് ചെയ്തോളൂ. താങ്ക്സ്. ആ, ഇറ്റ്സ് ഓക്കെ. കുഴപ്പമില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് ബുക്ക് എടുക്കേണ്ടി വന്ന എന്ത് ചെയ്യും? ഞാൻ എന്തിനാ ബുക്സ് എടുക്കാൻ പോകുന്നത്? ആ? ഐ മീൻ, എടുക്കുമായിരുന്നു. ഞാൻ എല്ലാ ബുക്കും എടുത്ത് വായിച്ച് തീർത്തു. അതാ. ഓ, രജിസ്റ്ററിൽ ഒരു സൈൻ ചെയ്യണം. എന്തിനാ സാർ? ആദ്യമായിട്ട് ബുക്ക് എടുക്കുമ്പോൾ രജിസ്റ്ററിൽ സൈൻ ചെയ്യണം. ഹി വാണ്ട്സ് മൈ ഓട്ടോഗ്രാഫ്. yeah, sure. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ? നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? പോടാ, ഞാൻ ഹെൽപ്പ് അല്ലേ ചെയ്തേ. അവൾ ഇംപ്രസ് ആയോന്നാ എനിക്ക് അറിയേണ്ടത്. ഡേയ് വീടാളിയാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ ലവ് വേവ് സ്റ്റാർട്ട് ആയടാ. ദാ, അവള് വരുന്നു. ഹായ്. കാർഡ് ക്ലാസ് ഡെസ്കിൽ ഉണ്ടായിരുന്നു. ഞാൻ പോയി മാറ്റി എഴുതി. എനിവേ, താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ. ഇറ്റ്സ് ഓക്കെ. ബൈ. മഞ്ജു, ഞാൻ പറയാൻ തീരുമാനിച്ചടാ. ആട്ടി പൊളി. എങ്ങനെയാ പ്രപ്പോസ് ചെയ്യാൻ പോന്നേ? ഓരോരുത്തർക്കും പ്രപ്പോസ് ചെയ്യാൻ പല ഐഡിയാസും ഉണ്ടാവും. എല്ലാവരുടെ മുമ്പിൽ നിന്ന് പാടി പ്രപ്പോസ് ചെയ്യും. ലെറ്റർ എഴുതി മടക്കി കൈ കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോകും. സൈലന്റ് റെസ്റ്റോറന്റിൽ ഒരു കാൻഡിൽ ലൈറ്റിന്റെ വെളിച്ചത്തിൽ പ്രപ്പോസ് ചെയ്യണം. എന്നെ കുറിച്ചൊരു കവിത എഴുതി പ്രപ്പോസ് ചെയ്യണം. ഞാൻ SMS ലവ് പ്രപ്പോസ് ചെയ്യും. SMS പ്രപ്പോസ് ചെയ്യുന്ന തെണ്ടിയാണ് എനിക്ക് ഇഷ്ടമേ അല്ല. വെട്ടൊന്നും മുറി കണ്ട് ഐ ലവ് യു, യു ലവ് മി ഓർ നോട്ട്, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ എത്ര തന്നെ പ്ലാൻ ചെയ്താലും മിക്കവാറും എല്ലാം പൊളിഞ്ഞു പോകത്തേ ഉള്ളൂ. ടെൻഷൻ ആകരുത്. പ്രാക്ടീസ് ചെയ്ത പോലെ പറയണം. യു ക്യാൻ ഡു ഇറ്റ്. ഏട്ടാ, ഏട്ടാ, ഈ ഫസ്റ്റ് ഇയർ ഈസി ബുക്സ് ഒക്കെ ഇപ്പോഴും കയ്യിലുണ്ടോ ഏട്ടാ? എന്താ ഏട്ടാ? ഐ ലവ് യു. മഹാപാപി, നിന്നെ ഏട്ടനെ പോലെ കരുതി പെങ്കൊച്ചിനോട് ഐ ലവ് യു പറഞ്ഞു കളഞ്ഞല്ലോടാ. ഡേയ് എന്തിനാടാ നെഗറ്റീവായി ചിന്തിക്കുന്നേ? ഇത് വർക്കൗട്ട് ആവൂടാ. എടാ മണ്ട, അവളെ ഏട്ടാന്നല്ലടാ വിളിച്ചത്. കൂൾ ഡൗൺ മച്ചു. നീ ഐ ലവ് യു പറഞ്ഞില്ലേ? ഇന്ന് രാത്രി അവൾ ഉറങ്ങാൻ പോകുന്നില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു അത് മാത്രമേ കേൾക്കൂ. നീ എന്ത് തോന്നിയോസോടെ പറയുന്നേ? നീ ചുമ്മാ ഇരിക്ക്. ഇത് വർക്കൗട്ട് ആകും. അസുഖം അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞു. ഇനി ദൈവത്തിനെ രക്ഷിക്കാൻ പറ്റൂ. ഡാ, ഇന്ന് നീ അവളെ കാണാൻ പോകുന്നു. അവളോട് നിന്റെ മനസ്സിലുള്ളതെല്ലാം വെട്ടിത്തുറന്ന് പറയുന്നു. നിന്റെ സംസാരത്തിൽ അവള് മയങ്ങിയാളിയ. ഏട്ടാ,
നോക്ക് എന്നെ ഏട്ടാന്നൊന്നും വിളിക്കല്ലേ. അല്ല ഏട്ടാ, അയ്യോ ഞാൻ നിന്റെ ഏട്ടനല്ല. ശ്ശോ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ വേറൊരാളായിട്ട് പ്രേമത്തിലാണ്. ആരാ? ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ജയറാമ. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഏത്ത വിടറ. ഇവിടെ എന്തെടുക്കുക? ആ, എന്താടാ റാഗ് ചെയ്യണം? അയ്യോ ഇത് ഞങ്ങളുടെ പെങ്ങളല്ലേ ഏട്ടാ? അല്ലടാ. ആയിരം കത്തി കൊണ്ട് കുത്തിയ എങ്ങനെ ഉണ്ടാകും? പയ്യന്മാർ മാത്രമല്ല ഇങ്ങനെ, പെൺപിള്ളേരും അത്ര കറക്റ്റായിട്ട് ചൂസ് ചെയ്യാറില്ല. ഈ പെൺകുട്ടികൾ ആരെങ്കിലും പ്രേമിച്ചു തുടങ്ങിയാൽ പിന്നെ അവരുടെ സ്നേഹത്തിന് അതിരുണ്ടാവില്ല. പക്ഷേ ആണുങ്ങളാവട്ടെ ഒരേ സമയം ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളുമായിട്ട് അടുപ്പം വയ്ക്കും. ഇതൊക്കെയാണെങ്കിലും ഇവന്മാരുടെ കള്ളത്തരം മുഴുവൻ പെൺകുട്ടികൾ കണ്ടുപിടിക്കും. ഹലോ. ഏയ്, ഞാനിപ്പോൾ കുറച്ച് തിരക്കില്ല. ഐ വിൽ കോൾ ബാക്ക്. ആരാ? ഫ്രണ്ട്. ഓ, കാരണം പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു സ്പെഷ്യൽ പവറുണ്ട്. ഇൻറ്റ്യൂഷൻ. വി ജസ്റ്റ് നോ. ഒരിക്കൽ സഡൻ ആയിട്ട് അവന് കോഫ് ആൻഡ് കോൾഡ് വന്നു. അപ്പോഴേ ഡൗട്ട് അടിച്ചു, അവൻ അത്ര പെട്ടെന്ന് കോൾഡ് വരാത്തതല്ലേ. പിന്നീട് ക്യാൻറ്റീനിൽ ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് ഓർഡർ ചെയ്യാൻ പോയി. അൺനോൺ നമ്പറിൽ നിന്നൊരു കോൾ. ഞാനതെടുത്തു. ആദ്യം ഒരു ചുമ, പിന്നെ ഒരു പെണ്ണ് ഹായ് പറഞ്ഞു. ഞാൻ ആരാന്ന് ചോദിച്ച ഉടനെ ഷടേന്ന് ഫോൺ കട്ട് ചെയ്തു അവള്. ഇറ്റ്സ് സോ ഓബ്വിയസ്. ഞാൻ എന്താ അത്രയ്ക്ക് മന്ദബുദ്ധിയാണ് കണ്ടിട്ട്? എന്നെ ആർക്കും കളിപ്പിക്കാൻ പറ്റില്ല. അൺഫോർച്ചുനേറ്റ്ലി മിക്കവാറും അവരുടെ ഇൻറ്റ്യൂഷൻ ശരിയായിരിക്കും. ഡേയ്, നിങ്ങൾ കയറിക്കോ, ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം. ഹായ്, വാട്സ്ആപ്പ്, ഹൗ ആർ യു? ഐ ആം ഫൈൻ. ഇത് വിവേക്. ഹായ്. ഇത് അരുൺ. ഹായ്. ഹായ്. കൺഗ്രാറ്റ്സ് ബഡി. എല്ലാരും ടയർഡ് ആയിരിക്കും. പ്ലീസ് കം. എന്താ രാമേട്ടാ? എടാ, അവൻ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഡേയ്, നീ ക്ഷണിച്ചിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞു. ഞാൻ അവനെ ക്ഷണിക്കാൻ എന്റെ തലയ്ക്ക് വട്ടുണ്ടോ? എന്താടാ, എന്താ നടന്നത്? എടാ കോപ്പം. എന്തുവാടാ ഇത്? അതേടാ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ? അളിയാ, അവര് പറയട്ടെ. ഒന്നുമില്ലടാ, ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ രാമേട്ടന്റെ ലൈനെ ജോൺ അടിച്ചു മാറ്റി. ഏയ് അങ്ങനൊന്നും അല്ല. ഞാനിപ്പോ കെട്ടാൻ പോകുന്ന പെണ്ണ് കാതറിൻ, രാമകൃഷ്ണന്റെ എക്സ് ഗേൾ ഫ്രണ്ടാ. ഞാനും അതാ പറഞ്ഞത്. ഏയ്, പിന്നെന്തിനാണ് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ എങ്ങനെ അറിയാനാ അയാളുടെ ലൈൻ എവ അടിച്ചു മാറ്റി എന്നുള്ളത്? എടേ, അവര് തമ്മിൽ ബ്രേക്കപ്പ് ആയതിനു ശേഷമാ ഞാൻ അവളെ പ്രേമിക്കാൻ ആ തുടങ്ങിയത്. പിന്നെ ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? അനക്ക് ഒന്നും കേൾക്കാനില്ല. എനിക്ക് പേടിയാവുന്നതാ. ഞാൻ മാനേജ് ചെയ്യടാ. എന്താ നീ ചെയ്യാൻ പോന്നെ? ഞാൻ മാനേജ് ചെയ്യാന്ന്. ഏട്ടാ, ഇപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത്. ഏട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലായി. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും കല്യാണം തീരുമാനിച്ചിരിക്കുകയല്ല ഏട്ടാ. അതിനി മാറ്റാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നേ? കാതറിനെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചാണെന്ന് അറിയാമോ? അത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത. വിട്ടേക്ക് ഏട്ടാ, ഇവളില്ലെങ്കിൽ എന്താ, 1000 പെണ്ണുങ്ങളുണ്ട്. ക്യൂവിൽ നിർത്തി തിരഞ്ഞെടുക്കാം ഏട്ടാ. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലടാ, അതാ തല്ലിയത്. സാരമില്ലെന്നേ, അത് മറന്നേക്ക്. ജോൺ എവിടെ? വാടാ, കേറി വാ. ഐ എം സോറിടാ, കൺട്രോൾ ചെയ്യാൻ പറ്റാതെ തല്ലിയതാ. സോറി ഗൈസ്. നിങ്ങളുടെ മൂടോടെ ഞാൻ സ്പോയിൽ ചെയ്തു. സോറി. അതൊന്നും സാരമില്ല ഏട്ടാ. ഈ പോണ്ടിച്ചേരി ട്രിപ്പ് എല്ലാരും ചേർന്ന് അടിച്ചു പൊളിക്കുന്നു. ഓക്കെ, ചിരിക്കേട്ടാ. ഡാ, കൈ വിടറാ. കൈ കൊടുക്കാൻ. കൈ കൊടുക്കേട്ടാ. കെട്ടിപ്പിടിക്കും. സോറി ജോൺ.
ഒരു വിധം സോൾവ് ചെയ്തു. എന്നടാ ഇനി ടെൻഷൻ ഇല്ല. നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ കാരണം നിങ്ങൾ പരസ്പരം സംസാരിച്ച് വഷളാക്കുന്നുണ്ടാ. ഇനി കോംപ്രമൈസ് ചെയ്യാൻ ഞാനുണ്ടല്ലോ. ഞാൻ ആരോട് ചോദിക്കുന്നുവോ അവർ മാത്രമേ സംസാരിക്കാവൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ എന്താ പ്രശ്നം? ഇവൻ എന്നെ സംശയം. എനിക്ക് നിന്നെ സംശയമൊന്നുമില്ല. ഞാൻ ഇവിടെയല്ലേ ചോദിച്ചത്. യു കണ്ടിന്യൂ. എന്ത് ഫീലിംഗ് ആയിരുന്നു ഇവൻ നിന്നെ സംശയിച്ചപ്പോ? എനിക്കറിയാം വല്ലാത്ത ദേഷ്യം തോന്നി കാണും. ദേഷ്യം വന്നാൽ മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. നല്ല ചീത്ത വിളിച്ചേക്ക്. അവൾക്കൊരു ദേഷ്യമില്ലടാ. ഡോണ്ട് ഇന്ററപ്റ്റ്. അവള് പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. ആ അതെ, വല്ലാതെ ഹേർട്ടായി. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ പറ്റി നന്നായി അറിയാവുന്ന ഇവൻ തന്നെ എന്നെ സംശയിച്ചപ്പോ ഐ ഫെൽറ്റ് ലോസ്റ്റ്. ഈ കണ്ണീരിന് എന്ത് മറുപടിയാ നീ പറയാൻ പോകുന്നത്? ഹലോ, ഞാനതിന് കരഞ്ഞില്ലല്ലോ. ഞാൻ അവനോടല്ലേ ചോദിച്ചത്. ഞാൻ അവളെ സംശയിച്ചിട്ടൊന്നുമില്ല. അവൾക്ക് ഇത്രയും കൂട്ടുകാരന്മാരുള്ള കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചത് തെറ്റാ? അവളെ പ്രപ്പോസ് ചെയ്ത പയ്യനുമായിട്ട് കോൺടാക്ട് ഉള്ളവർ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അത് നേരാ. എന്താ പറയാഞ്ഞേ? അപ്പൊ നീ ഫേസ്ബുക്കിൽ അത്രയും പെമ്പിള്ളേരെ ആഡ് ചെയ്തില്ലേ? അത് എന്നോട് പറഞ്ഞോ നീ? അത് പറ. നീ സംശയിക്കുന്നില്ല എന്നെ? പിന്നല്ലാതെ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് സിംഗിൾ എന്ന് പറഞ്ഞ് 300 ഗേൾ ഫ്രണ്ട്സ് കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നീ അവരെ വളയ്ക്കാൻ ശ്രമിക്കുന്നു വിചാരിക്കൂ. അയ്യോ, എനിക്ക് ഫേസ്ബുക്കിന്റെ കാര്യം അറിയില്ല. ദേ ഈ കൊരങ്ങന ഫോഴ്സ് ചെയ്തതിന് ചേർത്തത്. ഞാൻ നിന്നെ അതിൽ ചേർത്തത് തെറ്റാണെന്ന് പറയരുത്. ഞാൻ ഇവനെ അതിൽ ചേർത്തില്ലായിരുന്നെങ്കിൽ ഇവൻ പെൺപിള്ളേരെ വളയ്ക്കാൻ ശ്രമിച്ചത് നീ അറിയുമായിരുന്നോ? അവള് സംശയം ഉണ്ടെന്നല്ലേ പറഞ്ഞോളൂ. ഞാൻ പെൺപിള്ളേരെ വളച്ചതുപോലെയാണല്ലോ നീ പറയുന്നത്. ഇപ്പൊ പ്രശ്നം ഞാൻ അവനെ സംശയിക്കുന്നതല്ല, അവൻ എന്നെ സംശയിക്കുന്നതാ. കറക്റ്റ്. നീ വിഷയം മാറ്റരുത്. എന്നെ പ്രപ്പോസ് ചെയ്തവനോട് ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് ഞാനെന്താ ഇവനറിയാതെ പയ്യന്മാരുമായി ചുറ്റി നടക്കാന്ന് വിചാരിക്കുന്ന ഒട്ടും ശരിയല്ല. യു ആർ റൈറ്റ്. നീ അറിയാതെ ഇവള് വേറെ പയ്യന്മാരുമായി കറങ്ങുന്നത് നീ എങ്ങനെ കണ്ടുപിടിച്ചു? എക്സ്ക്യൂസ് മീ, എങ്ങനെ കണ്ടുപിടിച്ചെന്നോ? ഞാൻ ആരുടെയും കൂടെ കറങ്ങാൻ പോയില്ലല്ലോ. പക്ഷെ അവൻ എങ്ങനെയല്ലേ വിചാരിച്ചിരിക്കുന്നേ? ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. നീ അങ്ങനെ തന്നെ വിചാരിച്ചു. അയ്യോ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ആരും മിണ്ടരുത്. ഫിംഗർ ഓൺ ദി ലിപ്സ്. വാട്ട്? ശരി, എല്ലാം വിട്ടേക്ക്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഡാ അരുൺ, നീ എനിക്കൊരു സത്യം ചെയ്തതാ. അവൾ അഥവാ പ്രപ്പോസ് ചെയ്ത പയ്യനുമായി ഫ്രണ്ട്ഷിപ്പ് തുടരുന്നുണ്ടെങ്കിലും അവളുടെ മൊബൈൽ നോക്കാനോ അവളെ സംശയിക്കാനോ പോയില്ലെന്ന് എനിക്ക് സത്യം ചെയ്ത. ഇനി മേലാൽ ഞാൻ സംശയിക്കില്ല. ഓക്കെ പറു. ഇപ്പോ നീ ഒരു സത്യം ചെയ്തു തരണം. അവൻ എന്തെങ്കിലും നിന്റെ മൊബൈൽ നോക്കുവോ, ഫേസ്ബുക്കിൽ നീ അറിയാതെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയോ നിന്നെ സംശയിക്കുകയോ ചെയ്താലും ശരി, അവനറിയാതെ നീ കണ്ണി കണ്ട പയ്യന്മാരായിട്ട് കറങ്ങി കിടക്കില്ലെന്ന് സത്യം ചെയ്തതാ. എടാ നീ ഇരിക്കുന്നില്ലേ? വേണ്ടടാ, ഞാൻ നിർത്തി. എന്ത് നിർത്തിയോ? അതെന്താ? വെറുതെ കല്യാണം വരികയല്ലേ. ഓ മനസ്സിലായടാ. യജമാനത്തി കഴിക്കണ്ടെന്ന് പറഞ്ഞു കാണും. അതേടാ, കുടിക്കില്ല എന്ന് അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ശരി, നീ കുടിക്കണ്ട. അത് നാളെ തൊട്ട്. ഇപ്പൊ വാ. വേണ്ടടാ, വന്നിരിക്ക്. ആരും പറഞ്ഞു കൊടുക്കില്ല. മനസ്സിലായടാ. നീ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇനി മദ്യപിക്കില്ലെന്ന്. അത് നല്ലത് തന്നെയാ. ഒരു ഗ്ലാസ്, ജസ്റ്റ് ഒരേ ഒരു ഗ്ലാസ് നിന്റെ കൂടെ ഇരുന്ന് കഴിക്കണമെന്ന് എനിക്കൊരാഗ്രഹം. വേണ്ടടാ. അയാൾക്ക് വേണ്ടെങ്കിൽ എന്തിനാ? വിട്ടേക്ക്. എന്താ ജോൺ, എനിക്ക് വേണ്ടി ഒരെണ്ണം കഴിച്ചൂടെ? ഹാപ്പി മാരീഡ് ലൈഫ് ജോൺ. താങ്ക് യു. എനിക്കില്ലാത്തത് ഇവൻ എന്താ ഉള്ളത്? ഒരു കോപ്പുമില്ല ഏട്ടാ. വേസ്റ്റ്. ചേട്ടൻ പുലിയാണ്. ജോൺ മോനെ, ഒരു ബ്രേക്കപ്പിന് ശേഷം ഒരു പാച്ചപ്പിന് ടൈം കൊടുക്കണം. അതിനിടയിലൊക്കെ ഒരു ഫിറ്റ് ചെയ്താലോ? എന്നെ കാണാൻ കൊള്ളില്ലേ? പിന്നെ മമ്മൂട്ടിയൊക്കെ സുന്ദരനാ. അവിടെ തൊട്ട് കളിക്കണ്ട. ഈ മോന്തേക്കാൾ ഞാൻ സുന്ദരനല്ലേ? ചേട്ടൻ അടിപൊളിയല്ലേ? ആ, അവളെ ഇവനെ കാണുന്നതിന് മുമ്പ് എന്നെ കണ്ടിരുന്നെങ്കിൽ. സോറി ഏട്ടാ, ചേട്ടന്റെ പാർട്ടിയാണല്ലോ, അറിയാതെ. എന്നാ അപ്പം മതിയാക്കി പോയി കിടക്കാം. ഇരിക്കടാ. എനിക്ക് ഇവനോടൊരു കാര്യം ചോദിക്കണം. ഡാ, ഇന്ന് എന്നെ വിട്ടിട്ട് നിന്റെ കൂടെ വന്നവള് നാളെ നിന്നെ കളഞ്ഞിട്ട് വേറെ പോലെ എന്താടാ ഉറപ്പ്? ഡേ, ഇവനോട് മിണ്ടായിരിക്കാൻ പറ. എടയാണ മിണ്ടാതിരി. എന്താ സത്യമല്ല ഞാൻ പറഞ്ഞത്? നാളെ നിന്നെക്കാൾ പ്രായം കുറഞ്ഞ, കാണാൻ കൊള്ളാവുന്ന, പൊക്കവും വണ്ണമുള്ള ഏതെങ്കിലും ഒരുത്തൻ വന്നാ എന്തിന്? ആ, നമ്മുടെ അരുണിരിക്കുകയല്ലേ? ആ അല്ല, അരുണും കാത്തറിനും ബീച്ചിൽ ചിരിച്ചു കളിച്ചിരിക്കായിരുന്നില്ലേ? ഒരുപക്ഷെ നാളെ അവര് തമ്മിൽ പ്രേമത്തിലായ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കിടക്കാൻ പോകും. ഇവിടെ വാടാ, ഇവിടെ വാടാ, ഇങ്ങോട്ട് വന്നിരിക്കേ. ഇരിക്കേ, വാടാ. അങ്ങനെ വല്ലതും ഉണ്ടോ?
അയ്യോ അവരെനിക്ക് എന്റെ ചേച്ചിയെ പോലെയാ. ചേച്ചിയെ പോലെയോ? അപ്പൊ ചേച്ചി അല്ല. ബീച്ചിൽ എന്താണ് സംസാരിച്ചോണ്ടിരുന്നത്? അയ്യോ ഞങ്ങൾ ലവ് മാറ്റർ സംസാരിക്കായിരുന്നു. ഷോ എന്റെ പഴയ ലവിനെ പറ്റി, അത് ബ്രേക്കപ്പ് അതിനെ പറ്റി സംസാരിക്കായിരുന്നു. സിമ്പതി ക്രിയേറ്റ് ചെയ്യായിരുന്നോ? നിന്റെ ലവ് ഫെയിലിയറിനെ പറ്റി നീ അവളോട് പറഞ്ഞ് കരഞ്ഞു, അവള് നിന്നെ ആശ്വസിപ്പിച്ചു, ശരിയല്ലേ? അയ്യോ ദേവി ഇത് വെറുതെ ഇരിക്കോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ വിഷമത്തില. അവള് നീ ആയിട്ട് ലൈനായില്ലേ? അവരെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. ഓ, അവളെ പറ്റി പറഞ്ഞപ്പോ ഇവന്റെ ഒരു ദേഷ്യം കണ്ടില്ലേ? പറ്റിപ്പോയടാ, നീ പറഞ്ഞല്ലേ ശരിയായടാ. നീ കരണ്ടളിയാ. ഈ പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാ? സത്യമാടാ. ഞാൻ തീരുമാനിച്ചടാ, ബ്രേക്കപ്പ്. ബ്രേക്കപ്പ്. നീ ഒക്കെ ഫോൺ ചെയ്. ഫോൺ ചെയ്യടാ അവക്ക്. അയ്യോ ഫോണൊന്നും ചെയ്യണ്ട. ചെയ്യടാ, ഞാനല്ലേ ചേട്ടാ വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ, ചേട്ടാ വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ പ്ലീസ്. വേണ്ടരുത്. ഹലോ ജോൺ, ഇന്ന് ബീച്ചിലിരുന്ന് നീ അരുണിനോട് എന്താ സംസാരിച്ചോണ്ടിരുന്നേ? എന്താ ജോൺ നിനക്ക്? എന്തോ ലവ് മാറ്റർ സംസാരിക്കായിരുന്നു പോലും. കുടിച്ചിട്ടുണ്ടോ നീ? ഏയ്, എന്താ സംസാരിച്ചേ? നീ കുടിച്ചിട്ടുണ്ടോന്ന്? നീ അരുണിന് ലൈൻ അടിച്ചല്ലേ? ഹലോ ഹലോ ഹലോ. കട്ട് ചെയ്തടാ. നീ പറഞ്ഞതൊക്കെ നേരാ. ഈ പെണ്ണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. നീ കരണ്ട. നമുക്ക് ഈ പെണ്ണുങ്ങളായിട്ടുള്ള ഒരടുപ്പം വേണ്ടടാ. ശരിയാണ്. ഞാൻ നിന്നെയാണല്ലോ രാമ ചതിച്ചത്. സാരമില്ല, എല്ലാത്തിനും കാരണം ഇവനാ. പറ്റിപ്പോയടാ. എന്ന് കരുതി ഞാൻ അവന്റെ ദേഹത്ത് കൈവയ്ക്കൊന്നും വേണ്ട. എന്നെയും കൂടെ അവർക്ക് സെറ്റപ്പ് ആക്കായിരുന്നു. അവന് ഞാൻ വിഷം കൊടുത്തു കൊല്ലും. വിഷം കൊടുത്താ ഇപ്പൊ അവൻ കുടിക്കും. മദ്യത്തിൽ വിഷം ചേർത്ത് കൊടുത്ത അവനെ കൊല്ലും ഞാൻ. അതാ ഐഡിയ. പക്ഷെ വിഷത്തിന്റെ സ്മെല്ല് വരില്ലേ? സ്മെല്ല് വരാണ്ടിരിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. അതെന്താ? 1 ഗ്ലാസ് മദ്യം എടുത്ത് 1 ഗ്ലാസ് കൊടിയ വിഷം അതിനകത്ത് ചേർക്കണം. അതിനകത്ത് ഇത്തിരി കപ്പലണ്ടി പരിപ്പും ബദാം പരിപ്പും കുറച്ച് കുങ്കുമപ്പൂവും കുറച്ച് തേനും ഒക്കെ ചേർത്ത് ഇങ്ങനെ കലക്കി കൊടുത്താ പായസം കുടിക്കണ പോലെ അവൻ കുടിക്കണോ മോനെ?